വിശേഷം? സുഖമായിരിക്കുന്നു. നിങ്ങൾ ക്രിസ്മസ് ആയിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ? അമ്മച്ചി, ഞാനിന്ന് വരുന്നുണ്ട്. ചേച്ചിയും വരുന്നുണ്ടല്ലോ. മക്കൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. ഇടി അന്നെ കൊച്ച് ഒന്നിങ്ങ് ഓടി വന്നേടി. എന്താ അമ്മച്ചി രാവിലെ തന്നെ ഇത്ര സന്തോഷത്തിൽ? എന്റെ രണ്ട് മക്കളും ഇന്ന് വരുന്നുണ്ട്. നീ പോയി താറാവിനെയും കരിമീനെയും കുഞ്ഞിനൊക്കെ പോയി വേഗം വാങ്ങിച്ചിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കാണുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ ഓടിപ്പോയി വേഗം വാങ്ങി. ഞാൻ ആരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കാനാ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ലേ ഓരോരുത്തരും എന്നെ പിടിച്ചു നിർത്തുന്നത്? നന്മയുള്ളത്. നീ പോയി വേഗം വാ. എടി ത്രേസ്യാമ്മേ, എന്തുവാടി ഇത്ര സന്തോഷം? എടി പൊന്നമ്മേ, എന്റെ രണ്ടു മക്കളും ഇന്ന് വരുന്നുണ്ട്. അതിന്റെ സന്തോഷത്തിലാ ഞാൻ. ഓഹോ, പിള്ളേര് വരുന്നോടി. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമോ? അതോ അവർ തെറ്റാണോ? അതൊക്കെ പോട്ടെ, അന്നൊക്കെ അടുത്താഴ്ച പോകുകയല്ലേ, പിന്നെ നിനക്കാരുണ്ട് കൂട്ട്? അതിനല്ലേ എന്റെ മക്കളിവിടെ വരുന്നത്. ഞാൻ അവരുടെ കൂടെ പോകും. ആരുടെ കൂടെ പോകുന്നത്? ആദ്യം അവർ വരട്ടെ, പിന്നെ തീരുമാനിക്കാം. നീ വന്നോടി. നിനക്ക് സാധനങ്ങളെല്ലാം കിട്ടിയോടി? എല്ലാം കിട്ടി. എല്ലാം സൂപ്പർ സാധനങ്ങളാ. കരിമീൻ പിടിക്കുന്നത് അമ്മച്ചിക്ക് കാണില്ല. നീ ഇപ്പൊ പോയി ഉണ്ടാക്ക്, പിള്ളേരിപ്പൊ വരും. എന്തായാലും അന്നക്കൊച്ച് നിനക്ക് നല്ല കൂട്ടായിരുന്നില്ലേ? അവളങ്ങ് പോകുമല്ലേ? അവൾ എന്നെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ടിയിട്ട് ഒരു ജീവിതം. അതിനല്ലേ ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്. 2-3 ദിവസം കഴിഞ്ഞാൽ അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. അവൾ എനിക്ക് എന്റെ മകളെ പോലെ തന്നെയാണ്. എന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഇക്കാലത്ത് കണ്ടു കിട്ടുമോ? നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും നന്മ ചെയ്യണം. അതിൽ പരം സന്തോഷം എന്താണുള്ളത്? എനിക്ക് നിന്റെ അടുത്ത് കുറച്ചു നേരം വന്നിരിക്കുമ്പോഴാണ് ഒരു സന്തോഷം. നീ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നാൽ ഇത് കുടിച്ചിട്ട് മതി പരദൂഷണം. എന്താണ് നീ പറഞ്ഞത്? ഞങ്ങൾ പരദൂഷണം പറയാമെന്നാണോ? അമ്മച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അമ്മച്ചി എന്റെ ദൈവമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ. നിന്ന് ചിന്താതെ കൂടി. ആ താറാവുകറി എന്തായി? എന്റെ മിനിമോൾക്ക് താറാവുകറി നല്ല ഇഷ്ടമാണ്. എന്റെ പൊന്നിന് ടീച്ചറമ്മേ, എല്ലാം റെഡിയാണ്. ഞാൻ പോകട്ടെ. ഇനി എത്ര ദിവസം എന്നെ കൊച്ചിന്റെ ചായ കുടിക്കാനാ? ഇനി എത്ര ദിവസം എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തിരിക്കാനാ? നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ലേ മക്കളെ? എന്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് ഒത്തിരി നാളായി. പിള്ളേർക്ക് ഈ സ്ഥലമൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ ആളുകളെയും പിടിക്കില്ല. സാരമില്ല മക്കളെ, അന്നെ കൊച്ചു പോവുകയല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റുമില്ല. ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം എന്റെ കൊച്ചുമക്കളെ. ശരി ശരി, അമ്മച്ചി അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എടി, അമ്മച്ചിയെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണ്. നിനക്ക് പറ്റുമോ അമ്മച്ചിയെ കൊണ്ടുപോകാൻ? അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് അമ്മച്ചിക്ക് പറ്റില്ല. നിനക്ക് പറ്റുമോ? എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അമ്മച്ചിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ മുമ്പ് ഫോണിൽ പറഞ്ഞതല്ലേ അമ്മച്ചിയെ ചുമക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവിടെ ചെന്ന് കൊണ്ടാക്കാം. നമ്മൾ എന്ത് പറഞ്ഞ അമ്മച്ചിയെ കൊണ്ടുപോകും? അമ്മച്ചി വരുമോ? നമ്മൾ ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാം. നാളെ തന്നെ ചെയ്യണം. എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോകണം. ക്രിസ്മസും ന്യൂ ഇയറും അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. ചേച്ചി മിണ്ടാതെ അമ്മച്ചി വരുന്നു. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ വന്നിട്ട് കുറെ നേരമായില്ലേ? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അമ്മച്ചി, ഞങ്ങൾ വരികയാണ്. അതിനു മുൻപൊരു കാര്യം. അന്ന കൊച്ചേ, നീ ഇന്ന് തന്നെ പോയിക്കോണം. ഞങ്ങൾ നാളെ അമ്മച്ചിയെ കൂട്ടി ടൂറ് പോവാണ്. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ എന്റെ അമ്മച്ചിയുടെ കൂടെ ഇന്നും കൂടിയേ ഉള്ളൂ. നാളെ എന്റെ അച്ചായൻ വന്ന് എന്നെ കൊണ്ടുപോകും. ഞാൻ നാളെ പോയിക്കോളാം. അത് മതി കൊച്ചേ, നാളെ ഞങ്ങൾ ഇറങ്ങുമ്പോ നീയും ഇറങ്ങിക്കോ. മക്കളെ, നമുക്ക് വലുതും കഴിക്കാം. മക്കളെ, നിങ്ങൾ ടൂർ എന്ന് പറഞ്ഞ് ഇവിടേക്കാണോ കൊണ്ടുവന്നത്? ഇവിടെ ആരും ഇല്ലാത്തവരുടെ അടുത്ത് വന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. കർത്താവിന് സ്തോത്രം. ടീച്ചറമ്മയോ മക്കളും ഉണ്ടല്ലോ, എന്തു പറ്റി എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ? അല്ല, അമ്മച്ചിയെ അറിയാമോ? അമ്മച്ചിയെ അറിയാമെന്നോ? അമ്മച്ചി എല്ലാ വിശേഷ ദിവസവും ഇവിടെ വരുന്നതല്ലേ. ഞങ്ങൾക്ക് സഹായം ചെയ്ത് തന്നിരിക്കുന്നു. എന്തു പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ എന്താണ് വിശേഷം? ഓ, വിശേഷമൊന്നുമില്ല. ഈ പിള്ളേരെന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ. ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചിയെ ഇവിടെ ആക്കാൻ വന്നതാ. അമ്മച്ചിയുടെ സെർവന്റ് അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ അമ്മച്ചി വേലക്കാരിയെ കെട്ടിച്ചിടാൻ നോക്കിയത്. അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയേനെ. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും സമയമില്ല.
അമ്മച്ചി ഞങ്ങളെ സ്റ്റാറ്റസിൽ ചേരില്ല. നിനക്കടി നിനക്കൊക്കെ ആരുണ്ടായിരുന്ന ഈ സ്റ്റാറ്റസ് ഒക്കെ തള്ളാര് തന്താരെന്ന് പറയാത്ത രണ്ടെണ്ണം. അവരെ ഒന്നും പറയല്ലേ. ടീച്ചർമാർ മിണ്ടാതിരിക്കും. ഇവരെ അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല. തനിക്കെന്താ വട്ടുണ്ടോ? ഞങ്ങൾ തള്ളയും തന്തയൊന്നും ഇല്ലാത്തവരല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ. പപ്പയെ ഞങ്ങൾ കണ്ടിട്ടില്ല. പപ്പ മരിച്ചുപോയി എന്നാണ് ഈ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഞങ്ങളുടെ അമ്മയുമല്ല, ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല. ഒരു ക്രിസ്മസ് ദിനത്തിൽ അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ 2 കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. രണ്ടുപേരും സ്വന്തം മക്കളായി വളർത്തി. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റി വെച്ചു. ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് ഭാരമായി അല്ലേ? ഹലോ അന്നക്കൊച്ചെ, എന്തുവാടി? അമ്മച്ചി എവിടെയാ? പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടി അമ്മച്ചിയെ കാണണം. മോളെ, ഞാൻ ഇവിടെയാ, ഈ സ്നേഹഭവനത്തിലാ. അമ്മച്ചി എന്നാൽ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ അവിടെ വരാം. അമ്മച്ചി ക്ഷമിക്കണം, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. ഇനി ഞങ്ങൾ അമ്മച്ചിയെ ഉപേക്ഷിക്കില്ല. സാരമില്ല മക്കളെ, ഇതൊക്കെ ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നതല്ലേ. അപ്പനെയും അമ്മയും പ്രായമാകുമ്പോൾ ആർക്കും അവരെ വേണ്ട. ടീച്ചറമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. ടീച്ചറമ്മ ഇവിടെ നിന്നോ, ഞങ്ങൾ ടീച്ചറമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മച്ചി ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ ഇച്ഛായൻ എന്നോട് പറഞ്ഞതാ. പക്ഷേ അമ്മച്ചിയുടെ ഈ 2 മക്കളുള്ളപ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്ന് വിഷമിച്ചിട്ടാ. അമ്മച്ചി എന്റെ കൂടെ വായോ. ശരി മോളെ, നിന്റെ കൂടെ ഞാൻ വന്നേക്കാം. നിനക്ക് ഞാൻ ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിർത്തിയാൽ മതി. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഇല്ല മക്കളെ, ഞാൻ അന്നക്കൊച്ചിന്റെ കൂടെ പോകുക. അവളും എനിക്ക് നിങ്ങളെ പോലെ തന്നെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പോയി സുഖമായി ജീവിക്കുക.